ആർടിഎമ്മിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് നമ്മൾ ഡിജിറ്റൽ മീറ്റർ പിടിപ്പിക്കുന്നതിൻ്റെ ഒരു വീഡിയോ. അപ്പോൾ അത് ഡിജിറ്റൽ മീറ്റർ പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോനെ കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനായിട്ടാണ് ഇട്ടത്. അപ്പോൾ ഡിജിറ്റൽ മീറ്റർ പിടിപ്പിക്കുന്നതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ പോലെ നിങ്ങൾ കണ്ടാൽ മതി. അതായത് വീഡിയോ ഇട്ടതിന് ശേഷം ഒത്തിരിയേറെ കമൻസുകൾ എനിക്ക് വന്നിരുന്നു, എങ്ങനെയാണ് ബുള്ളറ്റിൽ പിടിപ്പിക്കാൻ പറ്റും. കാരണം ബുള്ളറ്റിന് ഫ്ലോട്ടിംഗ് വാൽവ് ഘടിപ്പിക്കാനുള്ളൊരു പൊസിഷൻ ഇല്ല, അതായത് ഘടിപ്പിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിജിറ്റൽ മീറ്റർ വർക്കാകുക എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടൊരു കമൻസുകൾ കുറേ വന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി യൂസ്ഫുൾ ആകട്ടെ എന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഇപ്പം നിലവിൽ നമുക്ക് സ്റ്റാൻഡേർഡിനാണെങ്കിലും ക്ലാസിക്കലാണെങ്കിലും നമ്മളിപ്പോൾ ഇതിന് പിടിപ്പിക്കാമെന്ന് വെച്ചാലും തന്നെയും ഡിജിറ്റൽ മീറ്റർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കാണിച്ച് ഡിജിറ്റൽ മീറ്റർ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഘടിപ്പിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ റെഫറൻസുകൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചത്. ഡിജിറ്റൽ മീറ്ററിൻ്റെ പ്രൈസും അതിൻ്റെ സൈറ്റും ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഓൾറെഡി ഡിജിറ്റൽ മീറ്റർ പിടിപ്പിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം ഡിജിറ്റൽ മീറ്റർ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലോട്ടിംഗ് വാൽവ് എങ്ങനെ ഘടിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ ഫ്ലോട്ടിംഗ് വാൽവ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഓൾഡ് മോഡൽ പൾസർ, അതിൻ്റെ ഫ്യൂൽ ഗേജ് നമുക്ക് ഫ്ലോട്ടിംഗ് ഗേജ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് നമുക്ക് പുതിയത് മേടിക്കാൻ കിട്ടും. പുതിയത് മേടിക്കാൻ എനിക്ക് തോന്നുന്നു ഒരു 200-250 രൂപ താഴെ ഉണ്ടാവുള്ളൂ പുതിയ ഫ്ലോട്ടിംഗ് ഇതിന്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പുതിയത് മേടിക്കുക, അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് നമുക്കിപ്പോൾ ഏതെങ്കിലും ആക്രിക്കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നതാണ്. അതായത് ഫ്ലോട്ടിംഗ് ഓൾഡ് ടൈപ്പ് ബുള്ളറ്റിൻ്റെ ഫ്ലോട്ടിംഗ് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് നമുക്ക് ആ കടയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് മേടിക്കാൻ കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഓൾഡ് ഫ്ലോട്ടിംഗ് ഗേജ് നമ്മളൊരെണ്ണം മേടിക്കുക. അതിപ്പം പൾസറിൻ്റെ ഓൾഡാണ് നല്ലത്. കാരണം കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്കിത് കാണിക്കുന്നത് പൾസറിൻ്റെ ആയതുകൊണ്ടാണ് പൾസറിൻ്റെ കാര്യം മേടിക്കാൻ പറഞ്ഞത്. കാരണം മറ്റത് പലതും സക്സസ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് പൾസറിൻ്റെ ആദ്യം ഒരു ഫ്ലോട്ടിംഗ് ഗേജ് മേടിക്കുക. അപ്പം അതിനുശേഷം അതായത് ഫ്യൂൽ ഗേജിൻ്റെ ഫ്ലോട്ടിംഗ് ഗേജ് മേടിക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ സീറ്റ് ആദ്യം ഊരുക. സീറ്റ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പെട്രോൾ ടാങ്ക് അയക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് പെട്രോൾ ടാങ്ക് നമുക്ക് അയച്ചു പോയിട്ട് നമ്മൾ വണ്ടി കൊണ്ടിട്ട് കാര്യമില്ല, പെട്രോൾ ടാങ്ക് അയച്ചാൽ മതി. അതിനുശേഷം നമ്മൾ പെട്രോൾ ടാങ്ക് അയച്ച് ഊരിയെടുക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ ഫ്യൂവൽ ഫുള്ളായിട്ട് നമ്മൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു ക്യാനിലേക്ക് വല്ല ഫ്യൂവൽ പാസ് ചെയ്തെടുക്കുക. മൊത്തം ഫ്യൂവൽ എന്നാലും വരില്ല, കാരണം കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള ഫ്യൂവൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ടാങ്ക് ഊരിയതിന് ശേഷം അത് വേറെ ഇതിലേക്ക് പാസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വേറെ ഇതിലേക്ക് പാസ് ചെയ്തതിന് ശേഷം ടാങ്ക് ഊരിയെടുക്കാവുന്നതാണ്. ടാങ്ക് ഊരിയെടുത്തതിന് ശേഷം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് വെൽഡറെ സമീപിക്കണം. അതായത് നന്നായിട്ട് ഗ്യാസ് വെൽഡ് ചെയ്യുന്ന ആളായിരിക്കും. കാരണം നമുക്കിത് ഒരു വട്ടം അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ രണ്ടാമത് വീണ്ടും ഊരിക്കൊണ്ട് വെൽഡ് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്യാസ് വെൽഡറെ സമീപിക്കുക. അതിനുശേഷം ഈ ടാങ്കിൻ്റെ അടിഭാഗത്ത്, അതായത് നമ്മുടെ ടാങ്ക് ഇരിക്കുന്നതിൻ്റെ റിസർവ് ഇട്ടിട്ട് നമ്മൾ ഓടിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മാക്സിമം പെട്രോൾ എടുക്കുന്ന ഏത് പൊസിഷനാണോ ആ പൊസിഷൻ്റെ ഏകദേശം അടുത്തായിട്ട് നമ്മൾ ഗ്യാസ് വെൽഡറെ കൊണ്ട് നമ്മുടെ കയ്യിരിക്കുന്ന ഫ്യൂൽ ഗേജ് അവിടെ ഫ്ലോട്ടിംഗ് ഗേജ് അവിടെ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. അതായത് അതേ പോർഷനിൽ ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. അതായത് വെൽഡ് ചെയ്യണ ഏകദേശം ഒരു കട്ട് ചെയ്തിട്ട്, അതായത് ആ ടാങ്കിൻ്റെ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് വെൽഡ് ചെയ്യുന്ന ഏകദേശം ഒരു 150 രൂപ ചിലവായും. മാക്സിമം പോയാൽ 200 രൂപ. അവരപ്പോൾ ഏകദേശം ഈ പോർഷനായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പോർഷൻ്റെ അടിഭാഗത്ത് നമ്മളത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്യുക. വെൽഡ് ചെയ്തതിന് ശേഷം നമ്മളത് ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പക്ഷേ ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണ മുന്നേ നമ്മൾ വെൽഡ് ചെയ്തതിന് മുന്നേ വേറെ കാര്യമുണ്ട്. അതായത് നമ്മൾ ഇത് ഫുള്ളായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ടാങ്കിനകത്ത് പെട്രോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ
പെട്രോളിൻ്റെ അംശം ഉണ്ടെങ്കിൽ എന്താ വെൽഡ് ചെയ്യുന്ന സമയത്ത് തീപ്പൊരി തെറിച്ച് ജസ്റ്റ് ചിലപ്പോൾ ഒരു ഫയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഉള്ളിൽ ഒന്നെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതിലിട്ട് എന്താ പറയുക എന്തെങ്കിലും വെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ തുണിയിട്ട് നന്നായിട്ട് നമുക്ക് ഉള്ളിൽ ഫുള്ള് ഇത് കളയാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ കാരണം ഇത് രണ്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല. കാരണം നമുക്ക് കുറച്ച് പാടാണ്. അപ്പോൾ എളുപ്പമുള്ള മാർഗ്ഗം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഉണ്ടാവും. എയർ ഫിൽറ്റർ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് സക്ക് ചെയ്ത് കളഞ്ഞാൽ മതി ഉള്ളിലുള്ള ഇത്. അതിനുശേഷം മാത്രമേ ഇത് ചെയ്യാവൂ, അല്ലെങ്കിൽ അത് ഫയർ ആകാനൊരു ചാൻസ് ഉണ്ടെന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇതൊന്നുമില്ല കുഴപ്പമില്ല എന്ന്, അതായത് നമുക്ക് ലീക്കൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കത് ടാങ്ക് ഫിറ്റ് ചെയ്യുക. ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഡിജിറ്റൽ മീറ്റർ കണക്ട് ചെയ്തേക്കുന്നതിൻ്റെ ഫ്ലോട്ടിംഗ് ഗേജിലേക്കുള്ള വാൽവ് ഉണ്ടാവും. ഫ്ലോട്ടിംഗ് ഗേജ് വാൽവ് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഡിജിറ്റൽ മീറ്ററിലുണ്ട്. അത് നമുക്ക് ഇവിടെ ഈ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ഗേജിലേക്ക് നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ പൾസറിൻ്റെ വെച്ചേക്കുന്ന പോർഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പമ്പിൽ ചെല്ലുക, പെട്രോൾ അടിക്കുക, യൂസ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ മീറ്റർ മേടിച്ചതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഒരു ചിലവ് വരുന്നത് ഈ പറഞ്ഞ പൾസറിൻ്റെ ഗേജ് മേടിക്കുക എന്നുള്ളതാണ്. ഈ പൾസറിൻ്റെ ഗേജ് മേടിച്ച് അത് അവിടെ ഫിറ്റ് ചെയ്യുക, വെൽഡ് ചെയ്യുക. ഇതിന് നമുക്ക് ഒത്തിരിയേറെ ടൈമൊന്നും എടുക്കില്ല. കാരണം ഇത് കട്ട് ചെയ്ത് വെൽഡ് ചെയ്യാൻ എക്സ്പേർട്ടായ നല്ലൊരു ഗ്യാസ് വെൽഡറിനാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഒരു പരിപാടി തീർത്ത് തരും. അപ്പോൾ നമുക്കത് കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഗേജ് ഫ്ലോട്ടിംഗ് ഗേജിലേക്കുള്ള വാൽവ് നമ്മൾ കണക്ട് ചെയ്യുക. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വേണ്ടി വരും മാക്സിമം. അപ്പോൾ ഇത്രയും പണി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇപ്പം സ്റ്റാൻഡേർഡിന് കുറേ ആൾക്കാർക്കുള്ളൊരു സംശയമായിരുന്നു, സ്റ്റാൻഡേർഡും ഈ ക്ലാസിക്കിനൊന്നും ഫ്ലോട്ടിങ് വാൽവില്ല, അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് ഇതൊരു സൊല്യൂഷനാണ്. പിന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയിൽ പെട്രോൾ ടാങ്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ, അല്ലാത്തവർക്ക് ഡിജിറ്റൽ മീറ്റർ മേടിച്ച് വെച്ചിട്ട് അതായത് ഡിജിറ്റലായിട്ട് ആ മീറ്റർ കാണിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിൽ നമുക്കിപ്പം പെട്രോളിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഡിജിറ്റൽ മീറ്റർ വെച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡും ക്ലാസിക്കും ബുള്ളറ്റുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ മീറ്ററിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ സൈനിങ് ഔട്ട് ഫ്രം RTM.